തന്ത്രി കണ്ഠർ രാജീവരെ ജയിലിലേക്ക് മാറ്റി. ദേഹാസ്വത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതിന് പിന്നാലെയാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേർന്നു. പ്രശാന്ത്, നമുക്കറിയാം ഇന്നലെ ICUവിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ? വിവരങ്ങൾ. അമൽ, തന്ത്രിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി വന്നതിന് പിന്നാലെയാണ് ജയിലിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് ഉച്ചയോടുകൂടി മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജയിലിലായിരുന്ന തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുകയും തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. കാർഡിയാക്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. അവിടെ കാർഡിയാക് വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം, അതായത് കഴിഞ്ഞ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള ഒരു ദിവസം മുഴുവനും ഒബ്സർവേഷനിലായിരുന്നു. ICUവിൽ, കാർഡിയാക് ICUവിലായിരുന്നു, ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് നേരിയ പുരോഗതി വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയത്. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഈ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ തന്ത്രി ജാമ്യാപേക്ഷ നൽകുന്നതിനുള്ള തീരുമാനത്തിലേക്കും കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയെ ഇത്തരത്തിൽ നാടകീയമായി ഈ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. കാരണം ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള അറസ്റ്റുകൾ, അതായത് നേരത്തെ തന്നെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധമുള്ള നിരവധി പേർ പുറത്തു നിൽപ്പുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ, അവർക്കെല്ലാം അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു. മൊഴിയിലടക്കം കടകംപള്ളിയുടെ പേരുകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളവരെ പുറത്തു നിൽക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാതെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ ചില ഗൂഢാലോചനയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം കേസിനെ വഴിതിരിച്ച് വിടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് ഈ CPM ബന്ധമുള്ളവരും CPM അനുഭാവികളുമായിട്ടുള്ളവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത്. അതിൽ നിന്നും വഴിതിരിച്ച് വിടുകയും കേസിൽ തന്ത്രിയെ മുഖ്യപ്രതിയാക്കിക്കൊണ്ട് മുഖ്യപ്രതിയാക്കി ഈ കേസിൽ നിന്നും CPMന് തടിയൂരാനുള്ളൊരു നീക്കം നടക്കുന്നതായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. കാരണം തന്ത്രിയെപ്പോൾ ഒരാളെ, ശബരിമലയിലെ ദേവൻ്റെ തന്നെ പിതൃസ്ഥാനീയനായി കണക്കാക്കപ്പെടുന്ന ആ തന്ത്രിയെപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ്. മാത്രമല്ല റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്ന ചില കാര്യങ്ങൾ ആചാരലംഘനം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ചരിത്രത്തിലായി ഈ കോടതി അല്ലെങ്കിൽ കേസിൻ്റെയൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ആചാരലംഘനത്തിനൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കൃത്യമായ തെളിവുകളോ വിവരങ്ങളോ ഒന്നുമില്ലാതെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ജയിലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം പൂജപ്പുരയിലെ സ്പെഷ്യൽ സബ് ജയിലിലായിരുന്നു തന്ത്രിയെ പ്രവേശിപ്പിച്ചത്. അവിടെ വെച്ചാണ് തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. തന്ത്രിക്ക് നിരവധി ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് വീണ്ടും ഈ ജയിലിൽ വെച്ച് അസുഖം കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. തുടർന്നാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ ഒരു ദിവസം ചികിത്സയിൽ നൽകുകയും ചെയ്തത്. നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ അതായത് ആശുപത്രി പ്രവേശിപ്പിച്ചതിൽ നിന്നും വലിയ രീതിയിലുള്ള പുരോഗതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ മെഡിക്കൽ ആരോഗ്യ വിദഗ്ധരടക്കം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വീണ്ടും ജയിലിലേക്ക് മാറ്റിയത്. എന്തായാലും ഇനി രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, ഈ ജാമ്യാപേക്ഷ മുന്നോട്ട് വയ്ക്കാൻ 13-ാം തീയതിയാണ് ഈ ജാമ്യാപേക്ഷ നൽകുന്നത്. തന്ത്രി ജാമ്യാപേക്ഷ നൽകുന്നത് 13-ാം തീയതിയാണ്. അതുപോലെ തന്നെ തന്ത്രിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട്. അമൽ, യെസ്, തന്ത്രി കണ്ഠർ രാജീവരെ ജയിലിലേക്ക് മാറ്റിയെന്ന വാർത്തയാണ് പ്രശാന്ത് ശങ്കരങ്ങളത്ത് പങ്കുവച്ചത്.